കലൂർ അശോക റോഡിൽ ജല അതോറിറ്റിയുടെ പൈപ്പിടൽ ജോലി നടക്കുന്നതിനിടെയാണ് പ്രശ്നമുണ്ടായത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ജല അതോറിറ്റിയുടെ കരാറുകാർ കുഴിയെടുക്കുന്നതിനിടെ ഭൂഗർഭ വൈദ്യുതി കേബിൾ മുറിച്ചു. തികച്ചും അശ്രദ്ധമായ നടപടി. ഇതോടെ പ്രദേശം ഇരുട്ടിലായി. കലൂരിലെ ക്രിസ്റ്റൽ റൂബി ഫ്ളാറ്റിലെ 40ഓളം അപ്പാർട്ട്മെന്റുകളിലും സമീപമുള്ള ചില വീടുകളിലും കറണ്ട് പോയി. അസോസിയേഷൻ സ്വന്തം ചെലവിൽ ശരിയാക്കണമെന്നാണ് KCB പറയുന്നത്. കാരണം അവരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതല്ല. പിന്നെ ഇത് വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തത്തിലാണോ? അവരാരും ആൻസറും പറയുന്നില്ല. പ്രളയം ചെന്ന കുറേ പേരുണ്ട്. ഇപ്പം തന്നെ വേറൊരു ഫ്ലാറ്റിൽ ഒരു അമ്മച്ചി കിടക്കുകയാണ്. അവർക്ക് നിവൃത്തിയില്ലാതെ ഇപ്പം ഒരു ചെറിയ ജനറേറ്റർ നമ്മൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി എപ്പോൾ കറണ്ട് വരുന്നോ എന്ത് ചെയ്യുമെന്നോ ആർക്കും അറിയില്ല. ഇപ്പം കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, അവരെയൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. ആസ് എ യൂണിറ്റ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ഉച്ചയ്ക്ക് നിലച്ച വൈദ്യുതി രാത്രി വൈകിയും വന്നില്ല. ജനറേറ്ററും മറ്റും ഉപയോഗിച്ച് ചിലർ പിടിച്ചു നിന്നെങ്കിലും അതും മതിയാകാതെ വന്നു. ഫ്ളാറ്റിൽ താമസിക്കുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റി. മറ്റുള്ളവർ വൈദ്യുതി വരുന്നതും കാത്തു പുറത്ത്. പലരുടെയും ഫോണുകൾ ചാർജ് തീർന്ന് നിലച്ചു. ഇൻവെർട്ടർ ഉള്ളവരുടെയൊക്കെ ബാക്കപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ചൂടുണ്ട്, കൊതുകുണ്ട്, ഇരുട്ടത്താണ് ഇരിക്കണത്. മെഴുകുതിരി കഴിഞ്ഞു. കിടപ്പ് രോഗിയുണ്ട്. അവരൊക്കെ കുറേ നേരം കിടക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ കുറേ ചെറിയ കുട്ടികളുള്ള ഫ്ലാറ്റാണ്. ഞങ്ങൾ 4 മണിക്കങ്ങാണ്ട് ഇവിടെ പുറത്തിറങ്ങിയ അത്രയും നേരമായിട്ട് പുറത്ത് നിൽക്കുകയാണ്. ഒരു തരത്തിലുള്ള മുന്നൊരുക്കവും ഇല്ലാതെയാണ് ഇവിടെ ജോലികൾ നടന്നതെന്ന് പരാതിയുണ്ട്. വിഷയത്തിൽ ആദ്യം ജല അതോറിറ്റിയും KSCBയും കൈമലർത്തി. ഒടുവിൽ പ്രശ്നം സങ്കീർണമാവുകയും ശക്തമായ പ്രതിഷേധം ഉയരുകയും ചെയ്തതോടെയാണ് അറ്റകുറ്റപ്പണികൾ തുടങ്ങിയത്. ഇതിനിടെ കൊച്ചി മെട്രോ ജോലിക്കിടെ പാലാരിവട്ടത്ത് വൈദ്യുതി കേബിൾ മുറിഞ്ഞു. 12 മണിക്കൂറോളമാണ് ഈ മേഖലയിൽ വൈദ്യുതി തടസ്സപ്പെട്ടത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.